ഹായ് മച്ചപ്പരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളത് ഒരു അടിപൊളി ഒരു വ്ളോഗിങ് ആയിട്ട് നമ്മൾ പോവുകയാണ്. ഒരു കിടുക്കാച്ചി കാഴ്ചയായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നേരെ അവിടെ പോയി കണ്ടറിയാം. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇത് മച്ചപ്പരെ, നമ്മുടെ ഇന്നത്തെ യാത്ര മാതാമലയിലേക്കാണ്. അപ്പോൾ ഈ മാതാമലയിലേക്ക് ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ കുരിശുമല വഴിയാണ് കേട്ടോ. അപ്പോൾ അതാണ് യഥാർത്ഥ വഴി. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുരിശുമല റൂട്ടാണ്. അപ്പോൾ അതേ കുരിശുമല ഗ്യാരേജൊക്കെ കഴിഞ്ഞു, നമ്മൾ വാഹനമൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം കഴിഞ്ഞു. ഇത് നമുക്കറിയാം സീസൺ സമയത്ത് ഈ ഭാഗത്തെല്ലാം ഒത്തിരി കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോഴും കുരിശുമല സീസൺ അല്ലാത്തത് കൊണ്ടാണ് ഈ ഭാഗത്തൊന്നും കടകളൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇതേ നമ്മളിത് ഏകദേശം നമ്മൾ സംഗമവേദിയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇതാണ് സംഗമവേദി. ഈ സ്ഥലമെല്ലാം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോണം. കാര്യം നമ്മൾ ആ മലയിൽ നിന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വെച്ചുള്ളൂ. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മളിന്ന് പോണത് മാതാമലയിലാണ്. അപ്പോൾ മാതാമലയും അതിൻ്റെ അടുത്തുള്ള കുന്നുകളിലൊക്കെ നമ്മൾ ഒന്ന് കറങ്ങുകയാണ്. അപ്പോൾ ഇത് ഞാനും നമ്മുടെ പ്രകാശേട്ടനും കൂടെയാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടും കൂടെ രാവിലെ തന്നെ യാത്ര തുടങ്ങി. അപ്പോൾ ഇത് നിങ്ങൾ ഈ റോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇതുവഴി ഒരു വലിയൊരു വാഹനമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം മുകളിലെന്തോ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ പോകുന്ന വഴി തന്നെ ഇതുപോലെ കുഞ്ഞ് ഈ പാറ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ചെറിയ അരുവിയോ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ, ചെറിയ നീരുറവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മുകളിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് കുളിക്കാനൊക്കെ നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ്. കുഞ്ഞു സ്ഥലമാണ്, പക്ഷേ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെയും കുറച്ച് മുകളിൽ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് പിന്നെ ആരും അങ്ങനെ കുളിക്കാനൊന്നും ഇറങ്ങത്തില്ല. അവിടെ നിന്ന് വീടുകളിലേക്ക് വെള്ളം എടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അവിടെ നിന്ന് വെള്ളം ആളുകൾ വീട്ടാവശ്യത്തിലേക്ക് പൈപ്പൊക്കെ ഒഴിച്ച് വെള്ളം എടുക്കുന്നവരാണ്. അങ്ങനത്തെ ഞാനും പ്രകാശേട്ടൻ കൂടെ ഒത്തിരി കളിയും തമാശയൊക്കെ പറഞ്ഞു. ഞങ്ങൾ രണ്ടുമായിട്ട് അടിച്ച് പൊളിക്കാനായിട്ട് എങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മച്ചാന്മാരെ, വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാനതിൻ്റെ മെയിൻ ഭാഗം ആദ്യമേ കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വഴി തെറ്റാൻ പാടില്ല. നമ്മൾ ഈ പോകുന്ന യാത്രയിൽ, അതായത് വഴി തെറ്റാതെ കറക്റ്റ് ആ വഴിയും നമ്മൾ തിരിയേണ്ട സ്ഥലങ്ങളെല്ലാം ഞാൻ കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അമ്പൂരി ഭാഗത്തൂടെയും വരാൻ കഴിയും. അപ്പം അതങ്ങനത്തെ ആ സ്ഥലമെല്ലാം വളരെ വ്യത്യസ്തമാണ്. അതായത് അവിടെ കൂടെ ഒരുപാട് വലിയ നമുക്ക് കാഴ്ചയൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. മറ്റേ നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് ആ മലയിലേക്ക് പോകുന്നതാണ്, പക്ഷേ മാതാമലയിലേക്ക് പോകുന്നതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പോകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാഴ്ചകളൊക്കെ കാണാനുണ്ട്. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടമൊക്കെ ഉള്ള. ഇവിടെ ആളുകൾ കുളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ ആ പാറയിലൊക്കെ തുണിയൊക്കെ അലക്കുന്നതിൻ്റെ ആ പാടും സോപ്പിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാനും കുറച്ച് നേരം അവിടെ ഒന്ന് നിന്നു അച്ഛന്മാരെ. അപ്പോൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കുരിശുമലയിലേക്ക് പോകുന്ന ആ ഒരു വഴി. അതായത് നമ്മൾ കുരിശുമലയിൽ നിന്ന് തിരിഞ്ഞാണ് നമ്മളിങ്ങോട്ട് മാതാമലയിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ വഴികളൊക്കെ അറിയാം. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് റോഡിൽ നിന്ന് എനിക്ക് എൻ്റെ ഒരു കണക്കാണ് കേട്ടോ, ഏറെക്കുറെ 1 കിലോമീറ്ററിന് പുറത്ത് വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആർച്ചാണ് കാണുന്നത്. അപ്പോൾ ഇത് മാതാമലയിലേക്ക് പോകുന്നതിൻ്റെ രണ്ടാമത്തെ ആർച്ചാണ്. അപ്പോൾ മച്ചന്മാരെ, നിങ്ങൾ തീർച്ചയായിട്ടും യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അതായത് നല്ല പച്ച വിരിച്ച നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളും ഒത്തിരി മരങ്ങളും ആ ഒരു കാടിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഇതുവഴി പോകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. നല്ല രസമാണ് കേട്ടോ. അടിച്ച് പൊടിച്ച് അങ്ങനെയൊക്കെ ആസ്വദിച്ച് പോകാനുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ മാതാമല എന്ന് പറഞ്ഞ സ്ഥലം, അതുമാത്രമല്ല സ്ഥലവും നമ്മുടെ ഈ കുരിശുമല ഇങ്ങനെയുള്ള സ്ഥലമെല്ലാം വളരെ ഫേമസാണ്. അതായത് ഇനി അതിൻ്റെ ഒരു ഇതാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുരിശുമലയിൽ വരുന്ന ഒരു സീസൺ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നതാണ്, പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പ്രത്യേകിച്ച് ഈ സ്ഥലം പറയാത്തത്. അപ്പോൾ ഞാൻ ഈ സ്ഥലം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കയറി പോകുന്ന ഭാഗത്തായിട്ട് ഇത് വലത് സൈഡിലായിട്ട് ഒരു മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു കുഞ്ഞൊരു നീരുറവയൊക്കെ ഉള്ള സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുപ്പികളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ കുപ്പിയോ അല്ലെങ്കിൽ മാക്സിമം പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുവരാതിരിക്കുക. അല്ലെങ്കിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ അതുപോലെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ ഒരിടവും പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാൻ പാടില്ല. അപ്പോൾ അതങ്ങനെ കർശനമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് പ്രകൃതി സംരക്ഷിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കുഞ്ഞൊരു പൈപ്പ് വെച്ചിട്ടുണ്ട് അവർ ആ പാറയുടെ ഭാഗത്തായിട്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ആ ഒരു പൈപ്പ് വഴി വരുന്ന വെള്ളം നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ അവിടെ നിന്ന് എടുക്കാം. പിന്നെ അത് മാത്രമല്ല നമ്മളെ കറക്റ്റ് ഇനി ഈ സ്ഥലമൊന്നും അറിഞ്ഞൂടാത്തവരാണെന്ന് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര വെള്ളറട അവിടെ നിന്ന് നേരെ നമ്മുടെ കുരിശുമല വളരെ ഫേമസാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ നമ്മൾ കറക്റ്റ് സ്ഥലം പറയാത്തത്. എങ്കിലും ഞാൻ ഇത് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. മച്ചന്മാരെ പതുക്കെ നടന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വരുന്ന ടീമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളീ പറഞ്ഞ കുരിശുമല ആ ഭാഗത്തോടുള്ള വഴിയെ വരിക. ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ പിന്നെ പെട്ടെന്ന് നമ്മൾ വീഡിയോയ്ക്ക് അധികം ലെങ്ത് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് നമ്മളിങ്ങനെ ഫാസ്റ്റായിട്ടൊക്കെ അടിച്ചു പോണത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊരു 4-5 എപ്പിസോഡ് ചെയ്ത് പോവേണ്ട ഒരു സ്ഥലമായിരുന്നു മാതാമല. അപ്പോൾ ഞാനതുകൊണ്ട് ഇതിനൊരു 2 എപ്പിസോഡാക്കി മാക്സിമം നമ്മളത് ചുരുക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരിക. അതുപോലെ തന്നെ കുഞ്ഞുമക്കളൊക്കെ ആയിട്ട് നിങ്ങൾ ഫാമിലിയോടൊക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. പക്ഷേ ഞാൻ ഈ ബാക്കി ഇനി അങ്ങ് മുകളിലോട്ട് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ വേറെ സൈഡിലോ വേറെ കാര്യങ്ങളോ ഒന്നും വലിയ സേഫ്റ്റി അങ്ങനെയൊന്നുമില്ല. കാര്യം നമ്മൾ ആ ഒരു വലിയ ഒരു മലനിരയാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിച്ച് കുഞ്ഞുങ്ങളെയൊന്നും അങ്ങോട്ട് അധികം ഒന്ന് എന്താ പറയുക, നിങ്ങൾ ആ ഒരു പരിധി തന്നെ നിർത്തിയിരിക്കുക. കുഞ്ഞുങ്ങളങ്ങോട്ട് അപ്പം അതിനപ്പുറത്തൊന്നും പോകാൻ പാടില്ല. അത് നിങ്ങൾ പോകെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗത്തെത്തിയപ്പോൾ തന്നെ നമുക്കിത് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നെട്ട വെള്ളച്ചാട്ടമാണ്, ഡാമാണ് കേട്ടോ. വെള്ളച്ചാട്ടമല്ല, ഡാമാണ്. ഇനി അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് മനോഹരമായിട്ട് കാഴ്ച നമ്മൾ പ്രകാശമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് നോക്കിയപ്പോഴത്തേക്കും ആ ഭാഗത്ത് നിൽക്കുമ്പോഴത്തേക്കും നമ്മളെ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പച്ചപ്പ് വിരിച്ച ഇങ്ങനെ നമ്മളെ താഴോട്ടുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളും ഒത്തിരി കോറികളും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണാം. പണ്ടത്തൊക്കെ നേരത്തെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കോറികളൊക്കെയാണ് കേട്ടോ. വളരെ മച്ചന്മാരെ ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അത് നിങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോയിരിക്കുന്നത് ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ തിരക്കില്ല എന്ന് തന്നെ പറയാം. ആൾക്കാരങ്ങനെ കുറവാണ്. പക്ഷേ ശനി ഞായർ ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ കൂടുതലും പേര് വരുന്നതും അമ്പൂരി ഭാഗം ആ സൈഡിൽ കൂടെയാണ് കേട്ടോ. പക്ഷേ ഞാൻ നോക്കിയിട്ട് അതിനെക്കാട്ടിയും കുറച്ചുകൂടെ നിങ്ങൾക്ക് കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളിപ്പുറത്തോട്ട് തന്നെ വരിക. അത് നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം. അങ്ങനെ ഞാനും പ്രകാശമായിട്ടും കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോഴേ മാതാമലയുടെ ആ ഒരു ഇതിൻ്റെ നമ്മൾ ഈ പോയി നിൽക്കുന്ന ഒരു നിരപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും ചെറിയ മാതാവിൻ്റെ കുറച്ച് രൂപങ്ങളൊക്കെ അവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ പെട്ടെന്ന് ഓടിച്ച് നമ്മൾ പോകേണ്ട സ്ഥലമല്ല, പതുക്കെ നടന്ന് ആസ്വദിച്ചൊക്കെ പോകേണ്ട സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടുവരിക. അതുപോലെ തന്നെ കുടിക്കാൻ വെള്ളമൊക്കെ കൊണ്ടുവരിക. മച്ചന്മാരെ ഞാൻ ഒരിക്കലും പറയാണ്, അവിടെ പ്ലാസ്റ്റിക്കൊന്നും ഇടരുത്. നമ്മൾ ഈ പ്രകൃതിയെ സംരക്ഷിക്കുക. നല്ല കാര്യം, ഞങ്ങൾ പോയ സ്ഥലത്ത് ഒരിടത്തും നമ്മളിങ്ങനെ നോക്കിയിട്ട് പ്ലാസ്റ്റിക് വേറെ ഒരു കാര്യങ്ങളോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല വൃത്തിക്കാണ് ആ സ്ഥലം കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഒരു എന്താ പറയുക മാതാവിൻ്റെയൊക്കെ ഒരു രൂപമുള്ളത്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് സമയം ചിലവഴിക്കാം. അത് ഇപ്പോൾ ഈ കാണുന്നത് കണ്ടിട്ട് നമ്മൾ പ്രകാശേട്ടൻ ആദ്യം വിചാരിച്ചു അല്ല പാമ്പായിട്ടായിരിക്കുമെന്ന്. പുള്ളിക്കാരൻ ഒന്ന് പേടിച്ചു. പക്ഷേ അതല്ല കേട്ടോ. എന്നിട്ട് നമ്മളിത് ഈ പാറയുടെ ഈ സൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അങ്ങ് ബാക്കിലോട്ടൊക്കെ കാണുമ്പോൾ, അതായത് ഈ നമ്മുടെ രൂപത്തിൻ്റെയൊക്കെ ബാക്കിലോട്ട് മാതാവിൻ്റെ ഒരു ബാക്കിലോട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങൾ. അങ്ങനെ നമ്മൾ ആ സ്ഥലം ഇതൊക്കെ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതൊന്നുമല്ല കേട്ടോ, നമ്മൾ ഈ കാണുന്നതിനെക്കാട്ടി മനോഹരമാണ് നമ്മളിനി കുറച്ചുകൂടെ മുകളിലോട്ട് പോയി കഴിയുമ്പോഴുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും ബോർഡടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരുമ്പോൾ ഒരു അടിപൊളി ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10-20 അടി താഴ്ച തന്നെ വരും തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ ഒരു 10-20 അടി 25 അടിക്കകത്തൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ അവിടെ അപ്പോൾ ഇത്രയും ആ കുന്നിൻ്റെ മുകളിലും അവിടെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിണറ്റിൽ നിന്നും വെള്ളം എടുക്കാം. പിന്നെ ഇവിടെ സോളാർ പാനലിൻ്റെയൊക്കെ സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് രാത്രി സമയങ്ങളിൽ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇടത്തോട്ടുള്ള വഴിയാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ ഇവിടെ നമ്മൾ പ്രകാശേട്ടൻ കുറച്ച് നേരമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങി. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടന്ന് പോകുമ്പോഴത്തേക്കും നിങ്ങളിനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി തെറ്റാതെ മാക്സിമം സൂക്ഷിക്കുക. അതായത് അങ്ങോട്ടൊരു വഴിയുണ്ട്,
അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് നമുക്ക് ലെഫ്റ്റും റൈറ്റും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ടത് ലെഫ്റ്റായിട്ടുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെറിയ സംശയത്തിലാണ് അവിടെ നിന്നത്. അപ്പോൾ ദേ ഈ വലത്തോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ, അപ്പോൾ നമ്മൾ ഇടത്തോട്ട് തന്നെ നമ്മൾ ഒരു സംശയത്തിൻ്റെ പുറത്ത് നമ്മൾ ഇടത്തോട്ട് തന്നെ പോയി. അപ്പോൾ പലരും വീഡിയോ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഈ സ്ഥലത്തിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്നവൻ്റെ ഭാഗത്തായിട്ടും വല സൈഡിലായിട്ട് ദേ കുഞ്ഞു കുഞ്ഞു കമുകളൊക്കെ ഉണ്ട് കേട്ടോ. കമു കൃഷിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അമ്പൂരി ഭാഗത്തു നിന്ന് വരുമ്പോഴേ ഒരു സെക്ഷൻ വരുന്ന വഴിയാണ് ദേ ഈ വലത് ഭാഗത്തായിട്ട് ഈ നമ്മളെ പറഞ്ഞ, അതായത് ഈ കമുകിൻ്റെ ആ ഭാഗത്തൂടെയാണ് ഒരു സൈഡിൽ കൂടെ വരുന്ന വഴി. ഇനി അത് പോയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ കുനിച്ചിമലയും ഈ മാതാമലയുടെ അതിൻ്റെ സെൻറ്റർ കണക്കായിട്ടൊരു വഴി കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും വരാം, പക്ഷേ അതിനെക്കാട്ടിയൊക്കെ ഭംഗി നമ്മളിപ്പോൾ വന്ന വഴി തന്നെയാണ്. അപ്പോൾ ഇത് കൊണ്ടകെട്ടി മലയെന്നാണ് പറയുന്നത് തന്നെ. എനിക്ക് കൃത്യമായിട്ടുള്ള അറിയത്തില്ല, എങ്കിലും കൊണ്ടകെട്ടി മലയെന്നാണ് അതിനെ പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പല വീഡിയോസ് നോക്കിയപ്പോഴും അവരും പറഞ്ഞിരിക്കുന്നത് അത് കൊണ്ടകെട്ടി മലയാണ്. അപ്പോൾ നമ്മുടെ മാതാമല നമ്മൾ ആ ഒരു സ്ഥലമൊക്കെ ആയി. ഇനി നമ്മൾ അതിൻ്റെ ഒരു കുന്നാണ് മാതാമല എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത്. ഒരു അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു കുന്നാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ടുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നമ്മളൊരു ചെറിയ സംശയത്തിൻ്റെ ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ നമ്മൾ പോകുന്ന കറക്റ്റ് സ്ഥലം തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇതേപോലെ ഒന്നും മറ്റേ അധികം പേര് അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല, വീഡിയോ ചെയ്തിട്ടില്ല. കറക്റ്റ് ലൊക്കേഷൻ അതാണ് ഞാൻ തുടക്കം മുതൽ നമ്മൾ ഈ വഴി ക്ലിയറായിട്ട് തന്നെ ഇങ്ങനെ പിടിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് കുറച്ച് കാണിച്ചിട്ട് നേരെ അങ്ങ് പോകാം. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലിയറായിട്ട് ഈ വഴി കൂടെ ക്ലിയറായിട്ട് നമ്മൾ പിടിച്ചു പോകുന്നത്. അങ്ങനെ അതേ നമ്മുടെ ടോപ്പ് ഏകദേശം എത്താറായിട്ടുണ്ടെങ്കിലും പകുതിയിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായ കാര്യം, നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലം തന്നെയാണ്. അതായത് നമ്മൾ വന്നത് വഴി കറക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതേ അങ്ങനെ പ്രകാശേട്ടന് ഞാൻ ഒരുവിധം നമ്മൾ നടന്ന് നമ്മളങ്ങനെ ഏകദേശം ടോപ്പ് എത്താറായിട്ടുണ്ട്. അപ്പോൾ അതേ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം, നമ്മൾ ഈ മൂന്നാറോ അങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളും അതേ മെത്തേഡ് തന്നെ അതേ ഇത് തന്നെ കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മച്ചന്മാരെ ഒരു രക്ഷയുമില്ല. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാൻ മറക്കരുത്. അങ്ങനെ മച്ചാന്മാരെ നമ്മൾ ഏറെക്കുറെ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ എന്തായാലും ഒന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം.